ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ഓരോ അനുഭവങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരിക്കപ്പെട്ട സാക്ഷിയായി ജീവിക്കുവാൻ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലെ പിരിമുറുക്കത്തോടുകൂടി ഉറക്കമില്ലാത്തവർ, പ്രഷർ കൂടുന്നവർ, അതിൻ്റെ പേരിൽ പല പല രോഗങ്ങളാൽ മനസ്സിടിഞ്ഞു പോകുന്നവർ ഉണ്ട്. കർത്താവേ, ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യീശോയെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ അനുസ്മരിക്കണമേ. കർത്താവേ, നിൻ്റെ നാമത്തിൽ അടിയൻ ഈ കാലങ്ങളെല്ലാം ചെയ്തിട്ടുള്ള സുവിശേഷ വേലകൾ നീ ഓർക്കണമേ. അത് ഓർത്തുകൊണ്ട് ആരെല്ലാം ഇപ്പോഴ് ഈ പ്രാർത്ഥനയുടെ കീഴിൽ വരുന്നുവോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്വാസം പ്രാപിക്കുന്നതിന് വേണ്ടി നിൻ്റെ തിരുസന്നിധിയിൽ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നിൽക്കുന്നുവോ കർത്താവേ, അതെല്ലാം അവരുടെ യോഗ്യത കൊണ്ടല്ല, ഞങ്ങളുടെ പാപങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ നീ അവരുടെ കണ്ണെത്തുന്നതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് കൈകൾ കൂപ്പി നിൽക്കുന്ന, അതിരപൊടി നിൽക്കുന്ന മക്കളുടെ മേൽ നിര തിരുമുറുപാടുന്ന വലതുകിടത്തിൻ്റെ ആശീർവാദം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, എല്ലാ മാലാഖമാരെ, സാക്ഷികളെ, വിശ്വാസപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവേ, സുവിശേഷത്തിന് വേണ്ടി രാത്രിയും പകലും ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. കർത്താവേ, അവരുടെ പ്രാർത്ഥന ചേർത്തുകൊണ്ട് കർത്താവേ, അത്ര കണ്ട് സുവിശേഷ വിഹിതമല്ല എന്ന ജീവിതത്തിലെ താങ്ങാനാവാത്ത ജീവിത പ്രസംഗങ്ങളുമായിട്ട് ദൈവദിരസിന് വരാൻ പോലും യോഗ്യതയില്ലെന്ന് കരുതിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് മടിഞ്ഞു നിൽക്കുന്ന മക്കളുടെ മേൽ കർത്താവേ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ, സഭയുടെ പ്രാർത്ഥനയുടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ യോഗ്യതയാൽ അങ്ങ് പ്രഭാതത്തിൽ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ജീവിക്കാൻ മാർഗമില്ലാത്തവരെ, ജീവിതമാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയവരെ, ജപ്തിക്കും അതുപോലെ തന്നെ വിറ്റുമാറി അന്യാധീനപ്പെട്ടു പോയവരെ, ഇങ്ങനെ ഓരോരോ തരത്തിൽ ഓരോരോ വിഷമത അനുഭവിക്കുന്നുണ്ട്. ഈശോയെ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ 40-ലേറെ വർഷമായിട്ടും കർത്താവ് ജീവിത പങ്കാളി കിട്ടാത്തവരുണ്ട്. ഈശോയെ, അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരോ ഉദ്യമത്തിനായി കർത്താവ്, അങ്ങയുടെ മക്കൾ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് അങ്ങയുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ കർത്താവ്, അവരുടെ യോഗ്യതയല്ല, അവരുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ട് അവർ കണ്ണീരോടെയാണ് വിതക്കുന്നതെങ്കിലും കർത്താവ്, ജയഘോഷത്തോടെ കുവിത കറ്റുമായി തിരിച്ചെത്തുന്ന കർഷകനെ പോലെ, സങ്കീർത്തനത്തിൽ പാടുന്ന പോലെ കർത്താവ് തിരിച്ചു വരാൻ, നിൻ്റെ നാമത്തെ മഹത്വത്തിൽ തിരിച്ചു വരാൻ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മ ശക്തി നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നോയമ്പ് കാലം ആരംഭിച്ചിരിക്കുകയാണ്. നോയമ്പിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആത്മാവിൻ്റെ വസന്തമാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മളുടെ എൻ്റെ ഇടവക തൈക്കാട്ടുശ്ശേരിയിൽ ഇടവകയിൽ ചെന്നപ്പോൾ, അവിടെ നോയമ്പാചരണത്തിന് വേണ്ടി ചെന്നപ്പോൾ, പള്ളിയുടെ പുറകിൽ ആണ് എൻ്റെ മുറി, പള്ളിമുറി. എൻ്റെ ഫ്രണ്ടിൽ ഞാനൊരു പൊട്ടിക്ക കെട്ടിയിട്ടുണ്ട്. അവിടെ ഇരുന്നാണ് ഞാൻ പണ്ട് എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പോയി ഇരുന്നപ്പോഴുണ്ട് നമ്മുടെ ഇംഗ്ലീഷ് കൊന്നകളൊക്കെ പൂത്ത് നിൽക്കണേ. ഞാൻ ഇംഗ്ലീഷ് കൊന്നയോട് പറഞ്ഞു, 1.5 മാസം തെറ്റി അല്ലേ എന്ന് ചോദിച്ചു. കാര്യം ഇവർ പണ്ട് ഇംഗ്ലീഷ് കൊന്നകളൊക്കെ പൂക്കണത് ജനുവരി മാസത്തിലായിരുന്നു. ജനുവരി ഒരു 25 ഇപ്പോഴത് ഫെബ്രുവരി 25 കഴിഞ്ഞിട്ട് മാർച്ച് ഒരു മാസം ഗ്യാപ്പ്, 1 മാസത്തെ ഡിഫറൻസ് നമുക്ക് കാലാവസ്ഥ സംഭവിച്ചിട്ടുണ്ട്. നോയമ്പ് കാലം ഒരു കാലാവസ്ഥയാണ്. ആത്മാവിൻ്റെ ഒരു പുനർജനിക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നമ്മൾ കേരള കാത്തലിക് ചർച്ചിൽ ഒരു ട്രഡീഷൻ ഉള്ളത്. സീറോ മലബാറിലും ഉണ്ട്, ലത്തീനിലും ഉണ്ട്. അതായത് കരി ഓശാന ഞായറാഴ്ച നമ്മൾ ഉപയോഗിക്കുന്ന ഓലകൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ അത് ഉണങ്ങിയിട്ട് ഈ കരിക്കുരി ബുധനാഴ്ച അത് പൊടിച്ച് കരിച്ച് എണ്ണ ചേർത്ത് അവർ തപസ്സിൻ്റെ അടയാളമായിട്ട് നെറ്റിക്ക് പൂശും. അപ്പം ഈ പൂശുന്ന അടയാളം ഞാൻ എന്ത് ചെയ്തുകൊണ്ട് വിശദീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി അക്രൈസ്തവരായ സഹോദരൻ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ വിശദീകരിച്ച് പറയാൻ. കത്തോലിക്കോട് പറഞ്ഞ കാര്യമില്ല. പക്ഷേ മലങ്കരക്കാർക്കും അതുപോലുള്ള ഒരു അടിയന്തരം ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരണത്. അപ്പം ഇതൊക്കെ ഒരു കാലം ആരംഭിക്കുക, തപസ്സിൻ്റെ ഒരു കാലം. തപസ്സിൻ്റെ ഒരു കാലം എന്താണ് ഉദ്ദേശിക്കുന്നത്? തപസ്സിൻ്റെ ഒരു കാലം, അതായത് സഭ നമ്മുടെ നിത്യതയിലേക്കുള്ള യാത്രയിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്തിനാണ് നോയമ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നിയമാവർത്തനമാണിത് പറയണത്. കാര്യം നമ്മൾ ഉപവാസമില്ലേ, അപ്പോൾ ഉപവാസം ഒന്നാമത്തെ എന്താണ്, ഭക്ഷണപാനീയങ്ങളുടെ മേലുള്ള മിതത്വം പാലിക്കൽ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. അപ്പോഴേ എന്തിനാണ് അങ്ങനെ ഭക്ഷണപാനീയങ്ങളുടെ മിതത്വം പാലിച്ച് നമ്മൾ ഒരു നേരമോ 2 നേരമോ ഉപവസിക്കണത്? എന്തുകൊണ്ടാണ്? അപ്പോൾ വിശപ്പ് അറിയണേ. നിയമാവർത്തന പുസ്തകമാണ് അതിൻ്റെ മെയിൻ സംഭവം. എന്തിനാണ് വിശപ്പ് അറിയണത്? നിയമാവർത്തനം 8:3 എടുത്തേ. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല. അത് നമുക്ക് അടുത്ത പ്രാവശ്യത്തെ ധ്യാനത്തിലിടുക. അപ്പം കൊണ്ട് മാത്രമല്ല. അപ്പം ഇവിടെ എന്താണ് വിശപ്പറിയാൻ വിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാമല്ലോ, നോൻപിൻ്റെ ഉദ്ദേശം എന്താണ്? വിശപ്പ് അറിയാൻ വിടുക തന്നെയാണ്. അപ്പം നമ്മൾ ഓർക്കും വിശപ്പ്, നമ്മുടെ വിശപ്പ്, നമുക്ക് വിശപ്പുണ്ടെന്ന് നമ്മൾ അറിയണം. അതുമാത്രമല്ല സംഭവം, മറ്റുള്ളവരുടെ വിശപ്പ് നമ്മൾ അറിയണം. മറ്റുള്ളവരുടെ വിശപ്പ് അറിയുമ്പോൾ പഴയ നിയമത്തിൽ എളിമപ്പെടുത്താൻ വേണ്ടിയുള്ള അഹങ്കാരം അമർച്ച ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പക്ഷെ പഴയ നിയമത്തിൽ വിശപ്പ് അറിയുന്നത് നിയമാവർത്തനം 8:3 അനുസരിച്ചുകൊണ്ട് അഹങ്കാരം അമർച്ച ചെയ്യുക, എളിമപ്പെടുത്തുക, എന്നിട്ട് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാനുള്ള സാഹചര്യം സംജാതമാക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് നമ്മൾ സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, കർത്താവിൻ്റെ ആത്മാവിലാണെന്ന് പറയണില്ലേ സക്കറിയായിൽ നമ്മൾ വായിക്കണേ 4:6. അതിൻ്റെ കാരണം എന്താണ്? ഈ സൈന്യവും ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. എൻ്റെ കഴിവ്, എനിക്ക് കഴിവ്, എൻ്റെ പണം, എൻ്റെ പാർട്ടി, എൻ്റെ ബുദ്ധി. പക്ഷെ അങ്ങനെ പറയുമല്ല, എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. ചേട്ടാനിമാരും വഴക്കെഴുമ്പോൾ പറയത്തില്ലേ, നീ പഠിച്ചില്ല, അതിന് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു, ഞാൻ ജയിച്ചു, എനിക്ക് ജോലി കിട്ടി, നീ പഠിച്ചില്ല. അപ്പോൾ നീയോ ഞാനോ എന്നൊക്കെ വെച്ചോണ്ട്, അപ്പം ഞാൻ എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. അതൊക്കെ ബുദ്ധി എവിടെ നിന്ന് കിട്ടി? ദൈവം തന്നതല്ലേ. അതൊന്ന് മനസ്സിലാക്കുമ്പോഴല്ല എളിമ വരണത്. അല്ലെങ്കിൽ അതിൻ്റെ താനെ തന്നെ ഉണ്ടാക്കിയെടുത്ത ബുദ്ധിയാണെന്ന് തോന്നിപ്പോകും. ബുദ്ധി ഇല്ലാത്ത അവസരമാണെന്ന് ജനിച്ചതെങ്കിൽ എന്ത് ചെയ്തേനെ? അപ്പം അതൊക്കെ ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിയണം. ഈ നോൻപിൻ്റെ ഉദ്ദേശം അങ്ങനെയാണ് നമ്മൾ എളിമപ്പെടണത്. അത് പൗലോസ് അവസാനം പറയും. പൗലോസ് ഭയങ്കര വില്ലനായിരുന്നു. നിങ്ങൾ റോമൻ പൗരനാണെങ്കിൽ ഞാനും റോമൻ പൗരനാണ് എന്നൊക്കെ പറയുന്ന ആളായിരുന്നു. അവസാനം അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ എന്തായിരിക്കുന്നുവോ അത് കർത്താവിൻ്റെ കൃപയാലാണെന്ന്. ഇത് ഒരു പറച്ചിലല്ല, ഒരു അറിവിനേക്കാളുപരി ഒരു തിരിച്ചറിവാണ്. അതായത് നോൻപ് കാലത്ത് ഒരു തിരിച്ചറിവുണ്ടാവണം. അതിനാണ് എളിമപ്പെടണമെന്ന് പറയണത്. ഇങ്ങനെ പറയുമേ, റെഡിമെയ്ഡായിട്ട് അലക്കി വെച്ച വർത്തമാനങ്ങൾ നമുക്ക് എത്ര വേണമെങ്കിലും പറയാം. എളിമയായിട്ട് തോന്നും. ചുമ്മാ മനസ്സിൽ തട്ടണമെന്നല്ല. ഒരു മനുഷ്യൻ്റെ തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവിലേക്ക് അവൻ തന്നെ അത് മനസ്സിലാക്കും. എന്താണ്? നമ്മളുടെ വീക്ക്നെസ് മനസ്സിലാക്കും. അപ്പം അത് ആ മനസ്സിലാക്കുമ്പോൾ അറിയാവുന്ന ഒരു അന്തർജ്ഞാനമുണ്ട്. അതെന്താണ്? അതെന്ന് പറയണത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് കർത്താവിൻ്റെ കൃപയാലാണ്. അപ്പം ദൈവത്തിനായിരിക്കും ഒന്നാം സ്ഥാനം കൊടുത്ത് നമ്മൾ ചിന്തിക്കുന്നത്, പെരുമാറുന്നത്, സംസാരിക്കുന്നത്, സമീപിക്കുന്നത്. അതൊരു സമ്പ്രദായമായി മാറും, നമ്മുടെ തന്നെ ഒരു സംസ്കാരമായിട്ട് മാറും. അല്ലെങ്കിൽ നോൻപ് കാലത്ത് ഈ സംസ്കാര രൂപീകരണമാണ് ശരിക്കും പറഞ്ഞാൽ സുവിശേഷ വിഹിതമായ അനുഗ്രഹം ആവഹിക്കാനും ദൈവത്തിന് വേണ്ടി ജീവിക്കാനും വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരുവപ്പെടുത്തലാണ് ഈ നോൻപ് കാലം എന്ന് പറയണത്. അല്ലെങ്കിൽ പാപത്തിന് പരിഹാരം ചെയ്യണത് മാത്രമല്ല. ഇതാണ് 1 കൊരിന്ത്യർ 15:10 എന്ന് പറയണത്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് എല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഞാനല്ല എന്ന് പറയണില്ല, ഞാനാണെന്നല്ല പുള്ളി അദ്ദേഹം പറഞ്ഞത്. ആദ്യം നിങ്ങൾ ഞാൻ ഹെബ്രായനാണ്, റോമൻ പൗരനാണ്, പരിസയനാണ്, ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറയണത് ഞാനല്ല എന്ന് പറയുന്നത്. ആദ്യത്തെ അറിവും പിന്നത്തെ തിരിച്ചറിവുമാണ്. പക്ഷേ തിരിച്ചറിവ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ്? ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഇക്കോളജി, ഒരു സ്പിരിച്വൽ ഇക്കോളജി, ഒരു ആധ്യാത്മിക പരിസ്ഥിതി രൂപീകരിക്കുന്ന ഒരു കാലമാണ് ശരിക്കും പറഞ്ഞാൽ നോൻപ് കാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത്
ഭാവം ഒരു മനുഷ്യൻ്റെ സ്വഭാവമില്ലേ, അത് ചിലപ്പോൾ സുവിശേഷ ആയിരിക്കത്തില്ല. സ്വന്തം ഭാവത്തെ സുവിശേഷ വിഹിതമാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ നോൻപ് കാലത്ത് നടക്കുന്നത്. നോൻപ് കാലം അത് ദൈവസ്നേഹമുള്ളവർക്ക് അത് തുടർക്കാലമാണത്. സ്വന്തം ഭാവം, ഈ സ്വഭാവം പിന്നീട് സുവിശേഷ വിഹിതമായി കഴിയുമ്പോൾ സുവിശേഷ ഭാവമായി മാറും. ഈ സുവിശേഷ ഭാവം പിന്നീട് സുവിശേഷ ഭാവമായതിന് അത് റെക്കർ ചെയ്ത് വരുമ്പോൾ സുവിശേഷ ശീലങ്ങൾ വരും. ഹാബിറ്റ്, ഇറ്റ് റിപ്പീറ്റഡ് ആക്ഷൻ ആണല്ലേ ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശീലം, സ്റ്റൈല്, ഒരു സുവിശേഷത്തിൻ്റെ സ്റ്റൈല് വരും ലൈഫിൽ. പിന്നെ ഈ സ്റ്റൈല്, ശീലം തന്നെ പിന്നെ റെക്കർ ചെയ്ത് കുറേ വർഷങ്ങളെടുത്ത് കഴിയുമ്പോൾ അതൊരു ശീലം, ഒരു സമ്പ്രദായമായി മാറും. അപ്പോൾ അവിടെ ഒരു സമൂഹം കൂടി ഉണ്ടാകും അതിൻ്റെ കൂടെ. കാരണം അതേ ശൈലിയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു സമൂഹം ഉണ്ടാകും. സമൂഹം സമ്യക്കായിട്ട് ഇങ്ങനെ അത് ഒരേ രീതി പ്രവർത്തിച്ച് വരുമ്പോഴാണ് നമ്മൾ സമ്പ്രദായങ്ങളുണ്ടാകുന്നത്. ഈ സമ്പ്രദായങ്ങൾ കാലങ്ങളെ ഒരു സമൂഹം, ഒരു പ്രത്യേക സമ്പ്രദായത്തിൽ വളരുന്ന സമൂഹം അല്ലെങ്കിൽ സമുദായം അത് കാലങ്ങളിലൂടെ സഞ്ചരിച്ച് കഴിയുമ്പോൾ സംസ്കാരമായിട്ട് മാറും. അപ്പോൾ നോൻപിൻ്റെ ഉദ്ദേശം ഒരു സുവിശേഷ സംസ്കാരം നിങ്ങളിൽ രൂപപ്പെട്ട് വരിക എന്നുള്ളത്, നമ്മളിൽ രൂപപ്പെട്ട് വരിക എന്നുള്ളതാണ്. അങ്ങനെയുള്ള വളരെ അതിൻ്റെ ഒരു നാന്ദിയായിട്ടാണ് ഈ കരിക്കുരു നമ്മൾ നെറ്റിൽ പൂശുന്നത്. അല്ലാതെ കുർബാന സ്വീകരിച്ച ശേഷം ചില അണ്ണന്മാർ പറഞ്ഞു നിൻ്റെ എന്ന് പറഞ്ഞിട്ട് അയ്യോ ഞാൻ കുർബാന സ്വീകരിച്ചാണെന്ന് പറഞ്ഞ് ആകെ കുടിച്ചിട്ടും. ദാറ്റ് മീൻസ് ഇയാൾക്ക് മാറ്റമൊന്നുമില്ല. പിന്നെ അയാൾ ഒരു ദൈവത്തിൽ നിരക്കാത്തൊരു വാക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓർക്കണം മാത്രമേ ഉള്ളൂ. മെക്കാനിക്കലായിട്ടുള്ളൊരു വെടിനിർത്തലാണത്. അതല്ല, മറിച്ച് അങ്ങനെ ഒരു സാധനം നമ്മൾക്കിത് വരത്തില്ല. അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ള നോൻപുകളാണ് സത്യസന്ധമായിട്ടുള്ള ദൈവാന്വേഷണത്തിൻ്റെ കാലം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് കൊന്നകൾ പൂക്കുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ തുടങ്ങിയതാണ്. ആത്മാവിൻ്റെ കൃപയുടെ പൂക്കാലമാണ് ശരിക്കും നോൻപ് കാലം. നല്ല നോൻപ് കാലം ആശംസിക്കുന്നു.